പ്രിയ കുട്ടികളെ, നമ്മളിന്ന് ബാങ്ക് റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ ലിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഞാൻ പറഞ്ഞിരുന്നു പാസ്ബുക്ക് ബാലൻസും നമുക്ക് തരാം, ക്യാഷ് ബുക്ക് ബാലൻസും നമുക്ക് തരാം. അപ്പൊ പാസ്ബുക്ക് ബാലൻസ് നിങ്ങൾക്ക് തരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്യാഷ് ബുക്കിന്റെ ഓപ്പോസിറ്റിലേക്ക് എടുത്താൽ മതി. ക്യാഷ് ബുക്ക് ഡെബിറ്റ്, ചിലപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് തരില്ല കേട്ടോ ക്വസ്റ്റ്യനില്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ചിലപ്പോ ബാലൻസ് ആസ് പെർ ഡെബിറ്റ് ബാലൻസ് എന്നായിരിക്കും പറയുന്നത്. ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് ഡെബിറ്റ് ബാലൻസ് ഫേവറും പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസുമാണ് ഫേവർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് എപ്പോഴും ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുള്ളൂ. അപ്പൊ ക്യാഷ് നമുക്ക് തന്നേക്കാണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 7,570 നമുക്ക് തന്നേക്കാണ്. ഡേറ്റ് 31 മാർച്ച് 2018 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നേക്കണ കുറച്ച് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് വൺ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാങ്ക് റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ, എന്നിട്ട് നമ്മൾ എഴുതണം ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്, ഡേറ്റ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എമൗണ്ടിന് വേണ്ടി നമുക്ക് 2 കോളം പ്രൊവൈഡ് ചെയ്യാം. ഇന്നർ കോളം നമുക്ക് കാൽക്കുലേഷൻ എടുക്കാം, അതിന്റെ ആൻസർ ഔട്ടർ കോളത്തിലേക്ക് എഴുതി കറക്റ്റ് ചെയ്ത് അവസാനം നമുക്ക് നീറ്റ് ആയിട്ട് ആൻസർ കാണിക്കാം. അപ്പൊ തുടങ്ങുന്നത് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് വച്ചാണ്. ഇവിടെ ക്യാഷ് ബുക്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ ആദ്യം തന്നെ എഴുതും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ചെക്ക് എമൗണ്ടിങ് ₹2,500 വേർ പെയ്ഡ് ഓൺ 27th മാർച്ച്, ഔട്ട് ഓഫ് വിച്ച് ചെക്ക്, അതിൽ നമുക്ക് തന്നേക്കണത് ഔട്ട് ഓഫ് വിച്ച് ചെക്ക് എമൗണ്ടിങ് ₹800 ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റ് മാർച്ച് 27, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 31. അതിനു മുൻപ് ബാങ്കിലേക്ക് ചെക്ക് കൊടുത്തു. പക്ഷേ ഔട്ട് ഓഫ് വിച്ച് ചെക്ക് എമൗണ്ടിങ് ₹800 ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് എന്നാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞ 2,500ന്റെ ചെക്ക് കൊടുത്തെങ്കിലും അതില് ₹800 പാസ്ബുക്കില് എൻറ്റർ ചെയ്തിരിക്കുന്നത് ഓൺ 2nd April ആണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇവിടേക്ക് വന്നേക്കണേ ക്വസ്റ്റ്യൻ. ഓൺ 2nd April എന്ന് പറഞ്ഞ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റിന് ശേഷം നടത്തുന്ന പേയ്മെന്റ് അത് നടത്താത്തതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന സംഭവമാണ്. കൊടുത്തിട്ടുണ്ടല്ലോ, ക്രെഡിറ്റ് ചെയ്തു, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്നാ പറഞ്ഞേക്കണേ. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത അവിടെ ഡിസഗ്രിമെന്റ് ഇല്ലല്ലോ. പക്ഷേ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് എന്നാ നോക്കുക, 2nd April ആണ്. എന്ന് പറഞ്ഞ മാർച്ച് 31 ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം കൊടുത്തു എന്ന് പറയുമ്പോ ഈ April 2 കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർച്ച് 31 അത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളത് കൊടുക്കാത്തതായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ഇത്രയും രൂപയുടെ ചെക്ക് കൊടുത്തതില് 800 ആണ് ഡേറ്റ് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 800 ആണ് അവിടെ ഡിസഗ്രിമെന്റ് കാണിക്കുന്നുള്ളൂ. 2,500ല് 800 ആണ് ഡേറ്റ് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഡിസഗ്രിമെന്റ്. അപ്പൊ നമ്മളത് എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് അനുസരിച്ച് നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. അപ്പൊ നമ്മൾ ലെസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിൽ നമ്മൾ എഴുതും ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കും. അപ്പൊ ഈ 2,500 എടുക്കാത്തതിന്റെ കാരണം മനസ്സിലായില്ലോ അല്ലേ? അതിൽ 800 ആണ് ക്രെഡിറ്റ് ചെയ്യാത്തതുള്ളൂ കേട്ടോ. ക്രെഡിറ്റ് ചെയ്തു, പക്ഷെ ഡേറ്റിന് ശേഷമായതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യാത്തതായിട്ട് നമ്മൾ എടുത്തു. സെക്കൻഡ് വൺ, ചെക്ക് ടോട്ടലിംഗ് ₹4,000 വേർ ഇഷ്യൂഡ് ബട്ട് ₹900 debited in the passbook after 31st March. അതായത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആഡ് ചെയ്യണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് ആ ചെക്ക് ഇഷ്യൂ ചെയ്തത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാന്നാ പറഞ്ഞിരിക്കുന്നേ? പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ 31st March.
എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിട്ട് അത് കൺസിഡർ ചെയ്യണ്ടേ? കൊടുക്കാത്തതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാൻ ഈ കണക്കെടുത്തതിന്റെ കാരണം ഇത് നിങ്ങൾക്ക് എക്സാമിന് തരുന്ന ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും നമുക്ക് ആഫ്റ്റർ ഡേറ്റ് തരും. അപ്പൊ ആഫ്റ്റർ ഡേറ്റ് തന്നാൽ നമ്മൾ ഓർത്ത് വെക്കാം അത് കൊടുക്കാത്തതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കണ ചെക്ക് അങ്ങനെ കൊടുത്തെങ്കിലും 4000 രൂപയുടെ ചെക്ക് കൊടുത്തെങ്കിലും ചെക്ക് ഇഷ്യൂ ചെയ്തെങ്കിലും അത് പ്രസന്റ് ചെയ്തതേ നോക്കി. ബട്ട് ₹900 ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ആഫ്റ്റർ 31st March എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഫുൾ ചെക്കും അങ്ങനെ ഡെബിറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. 900 rupees ആണ് ഡേറ്റിന് ശേഷം കേട്ടോ. അപ്പൊ ആ 900 ആണ് ഡിസഗ്രിമെന്റ് വരുന്നുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം അല്ലെ? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആഡ് ചെയ്യണം എന്നല്ലേ ഇന്നലെ പറഞ്ഞു തന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എടുക്കേണ്ട എമൗണ്ട് ഏതാ? ആ ഡേറ്റിന് ശേഷം പ്രസന്റ് ചെയ്തതാണ് അവിടെ പ്രസന്റ് ചെയ്യാത്തതായിട്ട് എടുക്കുന്നത്. അപ്പൊ 900 ആണ് നമ്മൾ ആഡ് ചെയ്യാവൂ കേട്ടോ. അടുത്തത് നമുക്ക് തന്നേക്കുന്നത് there is a debit of ₹20 for bank charges in the passbook. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എല്ലാം ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മൾ മൈനസേ ചെയ്യുള്ളൂ. അപ്പൊ മക്കൾ ഓർത്ത് വെക്കാം, എന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ബുക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റം ആണ്. അപ്പൊ നമ്മളത് ബാങ്ക് ചാർജസ് ലെസ്സിൽ നമ്മൾ എഴുതും ബാങ്ക് ചാർജസ്. വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ് വേണമെങ്കിൽ എഴുതാം. ബാങ്ക് ചാർജസ് ഇൻ ദി പാസ്ബുക്ക് എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പൊ അല്ലെങ്കിൽ ബാങ്ക് ചാർജസ് മാത്രം എഴുതിയാലും മതി. ആ എമൗണ്ട് 20 നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന കോളത്തിൽ നമ്മൾ ആ എമൗണ്ട് നമ്മൾ എഴുതാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നേക്കണത് ക്രെഡിറ്റ് ആൻഡ് there was a credit of ₹50 for interest എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിന് വേണ്ടി 50 രൂപ കൊടുത്തു. അത് ഇൻകം ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻകം നമ്മൾ ക്യാഷ് ബുക്ക് അനുസരിച്ച് ആഡ് ചെയ്യണമെന്ന്. അപ്പോ 50 rupees ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇൻകം ആണ്. അത് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ എഴുതും ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ₹50 നമ്മൾ ആഡ് ചെയ്യും. പിന്നെ നമുക്ക് തന്നേക്കണതാ ഇത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് മനസ്സിലാക്കി തരാനാണ് ഈ ട്രാൻസാക്ഷൻ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് കോളം ഓൺ ദി പേയ്മെന്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹1000. പിന്നെ തെളിയണില്ലല്ലോ. ഓവർകാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓവർകാസ്റ്റ് ബൈ ₹1000. അപ്പൊ ഓർത്ത് വയ്ക്കാം, നമുക്ക് തന്നിരിക്കുന്നത് ബാങ്ക് കോളം ഓൺ ദി പേയ്മെന്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡ് ഓവർകാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മക്കൾ ഓർത്ത് വെക്കാം, ഓവർകാസ്റ്റ് ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ഐറ്റാ നോക്കി ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകാസ്റ്റ് ഇൻ ദി ബാങ്ക് കോളം ഓർത്ത് വെക്കാം, ക്യാഷ് ബുക്ക് അനുസരിച്ച് ആഡ് ചെയ്യണം. ചിലപ്പോ നമുക്ക് തരുന്നത് അണ്ടർകാസ്റ്റ് ആയിരിക്കും. അണ്ടർകാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് അനുസരിച്ച് മൈനസ് ചെയ്യണം. അപ്പൊ ഓവർകാസ്റ്റ് നമ്മൾ ഇവിടെ ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തു. അത് പാസ്ബുക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മക്കൾ പഠിച്ചു വെച്ചാൽ മതി. ഒറ്റ ഒരെണ്ണം ഞാൻ ഇന്ന് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ സംഭവം ക്യാഷ് ബുക്ക് അനുസരിച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചോളൂ. പാസ്ബുക്ക് അനുസരിച്ച് ആ മക്കൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി? പാസ്ബുക്ക് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഇനി അടുത്തത്, അപ്പോ ഓവർകാസ്റ്റ് മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് ഡിവിഡന്റ് കളക്റ്റഡ് ബൈ ദി ബാങ്ക് ₹200. ഡിവിഡന്റ് കളക്റ്റഡ് അതും ഇൻകം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻകം എപ്പോഴും ക്യാഷ് ബുക്ക് അനുസരിച്ച് ആഡ് ആണ് ചെയ്യുന്നത്. അപ്പോ ഡിവിഡന്റ് 200 കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആഡിൽ എഴുതണം ഡിവിഡന്റ് കളക്റ്റഡ് ബൈ ദി ബാങ്ക് 200 ആഡ് ചെയ്യാൻ എഴുതി. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ₹300. അത് എക്സ്പെൻസ് ആണ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ക്യാഷ് ബുക്ക് അനുസരിച്ച് മക്കളെ എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്യാം, ഇൻകം എല്ലാം ആഡ് ചെയ്യാം. അപ്പൊ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മളത് ലെസ് ചെയ്യണം. അപ്പൊ നമ്മളത് ലെസ്സിൽ കൊടുക്കും. അങ്ങനെ അപ്പൊ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആഡും ലെസ്സും കറക്റ്റ് ആയിട്ട് പഠിച്ചോ. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് പോകില്ല. അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് ടൈം കുറെ എടുക്കും, അവിടെ കൺഫ്യൂഷൻ വരും, നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നത് മാത്രമല്ല തെറ്റാനും സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ ആ പഠിച്ചത് അങ്ങോട്ട് വെറുതെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കറക്റ്റ് ആയിട്ട് മേടിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആഡ് ചെയ്ത കോളത്തിൽ എല്ലാ എമൗണ്ടും നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യും.
അപ്പൊ നമുക്ക് 2150 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ നല്ല നീറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ എത്തി അങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ ആണ് 2150 ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരുന്ന ക്യാഷ് ബുക്ക് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്ത എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്തപ്പോ നമുക്ക് 9720 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെസ്സിൽ വന്ന എല്ലാ എമൗണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 1120 കിട്ടും. ഇത് ആഡ് ചെയ്ത് കിട്ടിയത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിട്ട് ഇതിൽ നിന്നും അത് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 8600 നമുക്ക് കിട്ടും. ഇതിന് നേരെ നമ്മൾ ഇവിടെ ഞാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് എഴുതിയിട്ടില്ല. ആൻസറിന്റെ നേരെ നിങ്ങൾ എഴുതണം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അനുസരിച്ചുള്ള ആൻസർ ആണ് നമുക്ക് 8600 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസും തരും, പാസ്ബുക്ക് ബാലൻസും തരും. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, 2 ബാലൻസും നമുക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാലൻസ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്യാഷ് ബുക്ക് ബാലൻസ് അനുസരിച്ചാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കണത്. അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് അനുസരിച്ച് അങ്ങോട്ട് ചെയ്തോളൂ. അപ്പൊ ആൻസർ കിട്ടുന്നത് ഏതായിരിക്കും? നമുക്ക് അവർ തന്നിരിക്കുന്ന പാസ്ബുക്ക് ബാലൻസ് ആണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ആ പാസ്ബുക്ക് ബാലൻസ് നമുക്ക് അവർ തന്നത് കിട്ടിയില്ലെങ്കിൽ ഓർത്ത് വെക്കാൻ നമ്മൾ ചെയ്തത് എവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ പാസ്ബുക്ക് ബാലൻസും പാസ്ബുക്ക് വെച്ച് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ പാസ്ബുക്ക് ബാലൻസ് ആയിരുന്നു തന്നിരുന്നതെങ്കിൽ പാസ്ബുക്ക് ഇപ്പൊ 8600. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പറയാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് 8600 എന്നാണ് നമുക്ക് എമൗണ്ട് തന്നിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഈ ലെസ് ചെയ്ത എല്ലാ ഐറ്റവും നമ്മൾ ആഡ് എന്ന് പറഞ്ഞ് മുകളിൽ എഴുതും. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്ത് ഇവിടേക്ക് എഴുതും. അത് കഴിഞ്ഞ് എല്ലാം നമ്മൾ ലെസ് ചെയ്യണത് ഇവിടെ എഴുതും. അപ്പൊ നമുക്ക് ഏത് ആൻസർ കിട്ടും? ഇതായിരിക്കും അപ്പൊ കിട്ടുന്നത്. പാസ്ബുക്ക് വെച്ച് മക്കൾ ചെയ്ത് നോക്കിക്കോളൂ. വീട്ടിലിരുന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ മക്കള് പാസ്ബുക്ക് വെച്ചൊന്ന് ചെയ്ത് നോക്കും. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് ക്യാഷ് ബുക്കില് 7570 കിട്ടും. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അത് കാണിച്ചോളൂ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കാം, ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ആ ക്യാഷ് ബുക്ക് മാത്രം കേട്ടോ. അപ്പൊ മക്കൾക്ക് സുഖമായിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡേറ്റിന് ശേഷം നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻസും നമ്മൾ എഗ്രി ചെയ്തതായിട്ട് കാണിക്കില്ല, അത് ഡിസഗ്രി ആയിട്ട് കാണിക്കുള്ളൂ. ഇവിടെ നമുക്ക് തന്നത് 27ന് കൊടുത്ത ചെക്ക് അവർ കൊടുത്തിരിക്കുന്നത് 2 ഏപ്രിലാണ്. അപ്പൊ 2 ഏപ്രിൽ കൊടുത്തത് 800 റുപ്പീസ് ആണ്. ഫുൾ എമൗണ്ടും അല്ല, ഈ എമൗണ്ടിന്റെയാണ് 2 ഏപ്രിൽ കൊടുത്തേക്കണത്. അപ്പൊ ഈ എമൗണ്ടിൽ മാത്രമേ ഡിസഗ്രിമെന്റ് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ എമൗണ്ട് മാത്രം എടുത്തത് കേട്ടോ. ഇതെടുക്കാത്തതിന്റെ കാരണം 2500 800 ഡിസഗ്രിമെന്റ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ എമൗണ്ട് മാത്രം എടുത്തു. പിന്നെ നമുക്ക് തന്നേക്കുന്ന ട്രാൻസാക്ഷനിൽ അതുപോലെ തന്നെ ഇവിടെ, അതായത് 4000 റുപ്പീസിന്റെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് 900 ആഫ്റ്റർ ഡേറ്റിലാണ് അവർ പ്രസന്റ് ചെയ്തേക്കണത്. അപ്പോ ഡേറ്റിന് ശേഷം പ്രസന്റ് ചെയ്തത് മാത്രമേ ഡിസഗ്രിമെന്റിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ എമൗണ്ട് മാത്രം എടുക്കുന്നത്. ബാലൻസ് എമൗണ്ട് 3100 അവർ ഡിസഗ്രിമെന്റ് ഇല്ല, അവർ കറക്റ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷനിൽ അങ്ങനെ ചെക്ക് ചെയ്യണത് ഓർത്ത് വെച്ച് ചെയ്യേണ്ട വരും. അപ്പോ ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ആണ് മക്കൾക്ക് ഇപ്പൊ തരുന്നതെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിന് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നില്ല. കാരണം ഓവർ ഡ്രാഫ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ക്യാഷ് ബുക്കിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം എക്സാം ടൈം വരുമ്പോൾ ഒന്ന് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് മാർക്ക് പോകില്ല. അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ലൈക്ക് ചെയ്യുക, കമന്റ് കൊടുക്കുക. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും കൂടി ചെയ്യണം. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസിലും നമുക്കിനി ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ.